നമസ്തേ. രത്നങ്ങളും രത്നനിർണയ രീതികളും ചർച്ചയാകുന്ന രത്നശാസ്ത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ രത്നശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞ നിർത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ദശാകാലങ്ങൾ മാത്രം നോക്കിയിട്ടല്ല നമ്മൾ രത്നനിർണയത്തിലേക്ക് പോകുന്നത്. നമ്മളൊരു ചാർട്ടും അനലൈസ് ചെയ്യുകയാണ്. ശുക്രദശ സമയമാണ് നടക്കുന്നു. ശുക്രൻ നീചത്തിൽ നിൽക്കുന്ന ഒരു ചാർട്ടിലെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദശാകാലങ്ങളുടെ രത്നങ്ങൾ ധരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ പ്ലാനറ്റ് നമുക്ക് ഫേവറബിൾ ആയിരിക്കണം. നമുക്ക് ഒരുപാട് നെഗറ്റീവ് എഫക്റ്റ് നൽകുന്നില്ല, നെഗറ്റീവ് സൈഡിൽ പോയി നിൽക്കുന്ന ഗ്രഹങ്ങളും അതിൻ്റെ ദശാകാലങ്ങളും വരുമ്പോൾ വളരെ ആലോചിച്ച് ശ്രദ്ധിച്ചതിന് ശേഷം ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ രത്നം ധരിക്കാവുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ രത്നം ധരിക്കരുതെന്ന് പറയുന്നില്ല, അത് കൃത്യമായിരിക്കണം. അതിൻ്റെ ഒരു കണ്ടുപിടുത്തം, ഐഡന്റിഫിക്കേഷൻ ഗ്രഹങ്ങൾ ആക്ടിവേഷൻസ് മാത്രമേ ഉള്ളൂ. എപ്പോഴും 50% നിൽക്കുന്ന ഗ്രഹങ്ങളെ അടുത്ത ഒരു 50%ലേക്ക് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യത്തേ ഉള്ളൂ. അത് നെഗറ്റീവ് ആക്ടിവേഷനാണോ പോസിറ്റീവ് ആക്ടിവേഷനാണോ തരുന്നതെന്നുള്ളത് നമ്മളെ ബർത്ത് ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അതിന് കൃത്യമായ രത്ന നിർണയ രീതി. അതിനുള്ളൊരു എനിക്ക് നല്ലൊരു ഒരു ഉദാഹരണമായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത ആ ഒരു ചാർട്ട്. ഇപ്പം ദശാകാലങ്ങൾ മാത്രം നോക്കിയിട്ട് പോയി രത്നം വാങ്ങിയിട്ടാൽ ആൾക്കത് ഭയങ്കര ദോഷമായിട്ട് വന്നേനെ. ശുക്രന്റെ ആ ഒരു ദശാകാലമാണെന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് വാങ്ങിയിട്ട് ഏറ്റവും നീചത്തിൽ നിൽക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് ബിസിനസ്സിലാണെങ്കിലും ലൈഫ് പാർട്ട്ണറിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞു ആ വ്യക്തിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള 2 രത്നങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സൂര്യൻ്റെയും അതുപോലെ തന്നെ റെഡ് കോറലും റൂബിയാണ് അദ്ദേഹത്തിന്. കാരണം ആ രണ്ടും കർമ്മ രംഗത്ത് പുള്ളിക്ക് സക്സസ് ഉണ്ടാക്കുന്ന ഗ്രഹങ്ങളാണ്. ഓൾറെഡി പുള്ളിക്ക് അതിനകത്തൊരു ഒരിക്കലും ജോലി ഇല്ലാത്ത ഒരാളായിരിക്കത്തില്ല. കാരണം 10th ഹൗസ് എന്ന് പറയുന്നത് കർമ്മമാണ്. പുള്ളി വൃശ്ചിക ലഗ്നക്കാരനും 10th ഹൗസ് എന്ന് പറയുന്ന ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പുള്ളി ചിങ്ങമാസത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ ചിങ്ങത്തിൽ തന്നെ സൂര്യൻ വന്നു. അതായത് പുള്ളിയുടെ 10th ഹൗസിൽ തന്നെ 10th ഹൗസിൻ്റെ അധിപനായ സൂര്യൻ വന്നു. അപ്പോൾ നമുക്ക് കർമ്മരംഗത്ത് നമുക്ക് അറിയപ്പെടേണ്ട ആളാണ് സൂര്യൻ. എക്സ്പോഷർ തരുന്ന ആളാണ്. കർമ്മരംഗത്ത് ഒരു അഡ്മിൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു എനർജിയുള്ള ആളായിരിക്കണം. കാരണം ഈ ചൊവ്വയുടെയും സൂര്യൻ്റെയും കല്ലുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ ഈ 2 ഗ്രഹങ്ങളുമാണ് നമുക്ക് 2 എനർജിയും സകല ഊർജങ്ങളും തരുന്നതും വളരെ 2 സ്പീഡ് പ്ലാനറ്റ്സും. അത് അല്ല എനർജറ്റിക് ആയിട്ടുള്ള ആളായിരിക്കണം. അപ്പോൾ ഈ സൂര്യനും ചൊവ്വയും കൺജക്ഷൻ അതിനകത്തുണ്ടെങ്കിൽ ബുധനുണ്ട് അവിടെ. അപ്പം നമുക്ക് ഈ വേറൊരു ഓപ്പോസിറ്റ് പ്ലാനറ്റ് കയറി വരുമ്പം ഈ നിൽക്കുന്നവരുടെ എല്ലാം ഒരു ചെറിയൊരു ഇൻട്രപ്ഷൻ ഉണ്ടാവുക ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ വീണ്ടും ഇവരുടെ തന്നെ കല്ല് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ്റെയും ചൊവ്വയുടെയും കല്ലുകൾ ധരിക്കാൻ പറ്റുന്ന ചാർട്ടുകാർ പൊതുവേ അവർക്ക് ഒരു ആരോഗ്യമുള്ളവരായിരിക്കും. എന്ത് കാര്യത്തിനും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നത് ആളായിരിക്കും. 10 പേരുള്ള ഒരു പണിയെടുക്കുന്ന ഒരു ഓഫീസിൽ അവർക്കായിരിക്കും ഒരു ചെറിയ മേൽക്കൈ അവർക്കായിരിക്കും. കാര്യങ്ങൾ നടത്താനും പെട്ടെന്ന് അങ്ങനെയുള്ള ആൾക്കാർ ഒരു അഡ്മിൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അവർ ഓട്ടോമാറ്റിക്കലി അവർ ആ ഒരു ഏരിയയിലേ വരത്തുള്ളൂ. ഒരു ഷോപ്പാണ്, അതിൻ്റെ ഒരു മാനേജർ പോലെ നിൽക്കും. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റുമായിട്ട് റിലേഷൻ, ഗവൺമെൻറ്റാണ് സൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ ഗവൺമെൻറ് ആയതുകൊണ്ട് ഗവൺമെൻറ്റിൽ സർക്കാരിൽ ജോലി കാണും. ആ സൂര്യൻ്റെ പവർ അനുസരിച്ചിട്ടായിരിക്കും അയാളുടെ ഡെസിഗ്നേഷൻ. മനസ്സിലായില്ലേ? കർമ്മമേഖലയിൽ എപ്പോഴും ആൾക്കൊരു ചെറിയ ഇതുണ്ടാവും. അത് പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നേടും. വേണ്ടാന്ന് വെച്ചാൽ എല്ലാം ബ്ലോക്കായി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ബുധനൊക്കെ ഇതേ ചൊവ്വയും സൂര്യനും നല്ല പവർഫുള്ളായിട്ടുള്ള ചാർട്ടിൽ തന്നെ ബുധൻ നീചത്തിൽ പോയെന്ന് വിചാരിക്കുക. ചുമ്മാ ഫോർ എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ എന്തായെന്ന് വെച്ചാൽ അത് മതി. ബുധൻ കാരണം നമുക്ക്
എപ്പോഴും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ തന്നെ കണക്കുകൂട്ടലുകളും കാര്യങ്ങളും ഒക്കെ തരുന്ന ഒരു മറ്റൊരു എനർജറ്റിക് പ്ലാനറ്റ് തന്നെയാണ്. അപ്പം ബുധൻ നീചത്തിൽ പോയി കഴിഞ്ഞാൽ പൊതുവേ ഒരു മൗഢ്യസ്ഥിതി വരും, മനസ്സിലായില്ലേ? അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ചിലപ്പം നാളത്തേക്ക് മാറ്റി വെക്കും. അപ്പം നമുക്ക് സൂര്യനും ചൊവ്വയും നന്നായിട്ട് നിൽപ്പുണ്ടെങ്കിലും ബുധൻ ഒരു മൈനസ് പോയിന്റിൽ അവിടെ വരുമ്പോൾ ഇതിൻ്റെ ഫലം പകുതി കുറയും. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ രത്നം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ബുധൻ്റെ രത്നമല്ല, ചൊവ്വയുടെ സൂര്യൻ്റെ രത്നം നമ്മൾ ധരിക്കുമ്പോൾ ആൾ വീണ്ടും എനർജറ്റിക് ആവും, ഒന്നുകൂടെ ഒന്ന് ആള് ആക്റ്റീവ് ആവും. ഇപ്പൊ സാറ് പറഞ്ഞ് 2 രത്നം പറഞ്ഞു, റെഡ് കോറലും അതുപോലെ തന്നെ റൂബിയാണ് ആൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ആള് ഒരേ സമയത്ത് രണ്ടും ഒന്നിച്ച് ധരിക്കാം. നല്ല പിന്നെ വേണമെങ്കിൽ അയാളുടെ സാമ്പത്തികം അനുസരിച്ച് ഇപ്പോൾ ആദ്യം റൂബി ഇടാം, പിന്നെ പൊതുവെ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പക്ഷെ ഇത് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല, ആൾക്ക് ലൈഫ് ലോങ് ഇടാം. കോറിൽ മാത്രം നമുക്ക് കയ്യിൽ കിടക്കുന്ന മോതിരമോ ലോക്കറ്റോ ലൂസ് ആകുന്നുണ്ടോ എന്ന് മാത്രം പുള്ളി ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തേയ്മാനം വന്ന് ഈ പറഞ്ഞ പോലെ അത് ഊരിപ്പോവാനും ഒക്കെ ചാൻസസ് കൂടുതലാണ്. അത് നല്ല കോറൽസേ പോകത്തുള്ളൂ കേട്ടോ. ഈ തേയ്മാനം സംഭവിക്കുന്നത് തേയ്മാനം സംഭവിച്ചത് നല്ല കോറൽസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നവരത്നത്തിലൊക്കെ ഉള്ള കല്ലുകൾ വിട്ടുപോകുന്ന ഓടി വരികല്ലേ ആൾക്കാർ. ഇത് ഒരാഴ്ചയായുള്ളൂ ധരിച്ചിട്ട് ഇത് പോയി എന്ന് പറയും. കോറൽ പെട്ടെന്ന് വേർപ്പുള്ളവർക്ക് പെട്ടെന്ന് പോകും. അത് നവരത്നത്തിൽ ചെറിയ സെറ്റിംഗ് അല്ലേ, ചെറിയ കല്ലുവാ, അത് പെട്ടെന്ന് പോവും. കാരണം ആ ഒരു തേയ്മാനം അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ദശാകാലങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രത്നനിർണയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പല രീതികളുണ്ട്. നമ്മൾ രത്നം നിർണ്ണയിക്കുന്ന പല രീതികളെക്കുറിച്ച് പലതരത്തിൽ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഡീറ്റെയിൽസുകളിലേക്ക് നമുക്ക് അടുത്തൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. രത്നനിർണയത്തിൽ നമ്മൾ പല രീതികൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ. അപ്പം നമ്മളിപ്പം ദശാകാലങ്ങൾ നോക്കിയിട്ട് മാത്രമുള്ള രത്നനിർണയം അതൊരു പരിപൂർണമായിട്ടുള്ള ഒരു സംഭവം അല്ല എന്ന് പറഞ്ഞു. സ്റ്റാർ നോക്കിയിട്ട് രത്നം നിർണ്ണയിക്കുന്ന രീതികൾ ശരിയല്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള രത്നനിർണയത്തിലേക്ക് വരിക? രത്നനിർണയത്തിന് നമുക്ക് കൃത്യമായിട്ട് വേണ്ടത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം അത് ജനറേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ഡിവിഷണൽ ചാർട്ടുകളും. അപ്പോൾ ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയറിലൊക്കെ എല്ലാ ഡിവിഷണൽ ചാർട്ടും വരും. ഇതുമെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമുക്ക് ഈ വ്യക്തിയുടെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. ഇയാൾ ഏത് മേഖലകളിൽ നിൽക്കുന്നു, ഇയാളുടെ എങ്ങനെ പോകുന്ന കാര്യങ്ങളെന്നുള്ള ഏകദേശ ഐഡിയ നമുക്ക് ഈ പ്ലാനറ്ററി പൊസിഷൻസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഫസ്റ്റ് ലഗ്നം മുതൽ 12th ഹൗസ് വരെയുള്ള പീരീഡ് നോക്കുമ്പോൾ ഈ രത്നനിർണയത്തിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്ന് പറയുന്നത്, റോങ് രത്നങ്ങൾ ധരിച്ച് ഒരുപാട് ആൾക്കാർ എൻ്റെ ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, അതവർ ഊരി കൈ വെച്ചിട്ടാണ് ചിലപ്പോൾ വരുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ രോഗനിർണയം എല്ലാവരും കറക്റ്റായിട്ടാണ് നടത്തുന്നത്. അതായത് ഇപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ പീരീഡാണ് മോശമായിട്ട് നിൽക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് 2020 മുതൽ നടക്കുന്ന പീരീഡ് വളരെ മോശമാണെന്ന് ജനറലി 10 പേരെ ഇതറിയാവുന്ന ആൾക്കാരെ ആസ്ട്രോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ആരോട് ചോദിച്ചാലും പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വരാൻ ചാൻസസ് ഉണ്ടെന്നും അപകട ചാൻസസ് ഉണ്ടെന്നും അല്ല ജോലി നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും അത് ഡിപ്പെൻസ്. ആ ഗ്രഹനിലയുടെ അനുസരിച്ച് അവർ 10 പേരും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കും. അപ്പോൾ രോഗം നിർണ്ണയിച്ചു, എന്താണ് പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള രക്തം നിർണ്ണയിക്കുന്നിടത്ത് പലരും പാളിച്ചു പറ്റിയിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ ഈ പറയുന്ന 2020 ശേഷം വന്ന ഒരു റോങ് ദശാകാലം. ഇപ്പോൾ ശനിയുടെ ഒരു പീരീഡ്, ശനി നീചത്തിൽ മേടൻ രാശിയിൽ നിൽക്കുന്നു. വൃശ്ചിക ലഗ്നം മേടൻ രാശിയിൽ ശനി നിൽക്കുന്നു, ശനിയുടെ ദശാകാലം. അപ്പോൾ കണ്ടുപിടിച്ചത് കറക്റ്റാണ്. ഈ ദശാകാലം മോശമാണെന്ന് കണ്ടുപിടിച്ചത് കൃത്യമായിട്ടുള്ള. ഇവിടെ ശനിയുടെ രക്തം ചേർന്ന് സജസ്റ്റ് ചെയ്യും. അപ്പം രോഗം നിർണ്ണയിച്ചു,
മരുന്ന് മാറിപ്പോയി. ഇവിടെയാണ് സംഭവം പറ്റുന്നത്. ഒരിക്കൽ പോലും അത് ചെയ്യാൻ പാടില്ല. പിന്നെ ആൾക്കാർ വായിച്ചിട്ട് ശനിയുടെ രത്നം ഇന്ദ്രനീലമാണ്, അത് ശനിദശാകാലത്ത് ധരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെയുള്ള റൈറ്റപ്പ് വരുന്നുണ്ട്, റൈറ്റിങ്സ് യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പം അങ്ങനെ കണ്ടിട്ട് പോയി സ്വന്തമായിട്ട് പോയി രത്നം വാങ്ങി ധരിക്കുന്നവരുമുണ്ട്. രോഗനിർണയം കറക്റ്റായിട്ടാണ് പലരും ചെയ്യുന്നതെങ്കിലും മരുന്ന് കൊടുക്കുന്നതിലാണ് മാറുന്നത്. അതായത് രത്നം നിർണ്ണയിക്കുന്ന സമയത്ത് അത് മാറിപ്പോകുന്നു. ഞാനൊരു ചാർട്ട് അതിനെ കൃത്യമായിട്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇതൊരു സ്ഥിരം ഒരു ഏർപ്പാടായതുകൊണ്ട് ആണത്. കാരണം ഇതിനകത്ത് ശരിക്കും 91 ഒരു ചാർട്ടാണ് ശരിക്കും മിഥുന ലഗ്നം, ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ മിഥുന ലഗ്നം. ഇതിൻ്റെ 6th ഹൗസ് എന്ന് പറയുന്നത് ചന്ദ്രനാണ്, വൃശ്ചികമാണ്. ആ ചന്ദ്രൻ അവിടെ നീചത്തിൽ, 6th ഹൗസ് വൃശ്ചിക രാശി ചൊവ്വയുടെ രാശിയാണെങ്കിലും ചന്ദ്രന് അവിടെ നീചസ്ഥാനം. ഒന്നാമത് 6th ഹൗസ് ജനറലി അത്ര നല്ല ഹൗസ് അല്ല. ഇവിടെ മൂൺ നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമുക്ക് ഇയാൾക്ക് ഈ വലിയ പ്രായമുള്ള ആളല്ല, എന്നാൽ പോലും അയാൾക്ക് ഈ പറഞ്ഞതുപോലുള്ള ശ്വാസം മുട്ടലുകൾ, വിഷമതകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, അലർജി കംപ്ലയിൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് വിഷമതകൾ ഈ പയ്യന് ഉണ്ടാവും. അപ്പം ഇത് കറക്റ്റായിട്ടും ആൾക്കാർ മനസ്സിലാക്കി. എല്ലാവരും അല്ല, ഞാൻ ചില ജനറൽ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിക്കുകയല്ല ഞാൻ. അപ്പം ഇവിടെ ചന്ദ്രനാണല്ലോ ഏറ്റവും മോശമായിട്ട് നിൽക്കുന്ന പാട്ട്. നിങ്ങളൊരു ചന്ദ്രകാന്തത്തിൻ്റെ കല്ല് ധരിച്ചോളൂ എന്ന് സജസ്റ്റ് ചെയ്യുന്നു. ഒരു 80% ആൾക്കാർ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതൊരു റോങ് ആയിട്ടുള്ള, അതായത് ഈ ആൾ തന്നെ ചന്ദ്രകാന്തം കല്ല് ധരിച്ച് പിന്നീട് അതുപോലെ ഒരുപാട് വിഷമത ഉണ്ടായ ഒരു മകനും അച്ഛനും കൂടിയാണ് ഇത് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് വൃത്തിയാകും അങ്ങനെയുള്ളതൊക്കെ ഞാൻ വളരെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. ആൾക്കാരുടെ പേരും വിവരവും ഒന്നും പറയാറുള്ളത് മാത്രമേ ഉള്ളൂ, ഒരു കേസ് സ്റ്റഡി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഇതിനകത്ത് അവർ എല്ലാം പറഞ്ഞതെല്ലാം ശരിയാണ്. കാരണം ചന്ദ്രൻ്റെ ഇതാണ്, അതുകൊണ്ടാണ് അസുഖങ്ങൾ മാറാത്ത. ചന്ദ്രൻ രോഗസ്ഥാനത്ത് നീചപ്പെട്ട് നിൽക്കുകയാണ്, അതിന് തീരെ ബലമില്ല, ഒരു മൈനസ് നെഗറ്റീവ് പോയിൻ്റാണ് നിൽക്കുന്നത്. എല്ലാം കറക്റ്റാണ്. പക്ഷെ ചന്ദ്രകാന്തം കല്ല് കൊടുക്കാൻ പാടില്ലായിരുന്നു. അതായത് ആ മോശപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ വീണ്ടും മോശമായി. അപ്പോൾ ഈ പയ്യന് എന്ന് വെച്ചാൽ പയ്യന് തലവേദനയും അലർജി കംപ്ലയിൻസും സൈനസൈറ്റിസും ആണ് ഭയങ്കരമായിട്ട് പുള്ളിക്ക് ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അതാണ്. അത് വളരെയധികം കൂടി. പിന്നെ ചന്ദ്രൻ നിൽക്കുന്നത് വയറ് ഭാഗത്താണ്. വൃശ്ചികം എന്ന് പറയുന്ന ഹൗസ് തന്നെ അബ്ഡമൻ, ലോവർ അബ്ഡമൻ പോർഷനിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമതകളുണ്ട് പുള്ളിക്ക്. ഇങ്ങനെ നമുക്ക് ഏതെല്ലാം തരത്തിൽ ഈ വിഷമതകൾ ഉണ്ടാക്കാമോ അതെല്ലാം ഉണ്ടാക്കുന്ന ഈ പീരീഡിൽ ചന്ദ്രദശയാണെന്നോ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ കല്ല് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം. ഇതേ ദിവസം ജനിച്ച ആൾ ഒരു 2 മണിക്കൂറൂടെ മുന്നോട്ടാണ് ജനിച്ചിരിക്കുന്നെങ്കിൽ കർക്കിടക ലഗ്നമായി, ലഗ്നം മാറി ചന്ദ്രൻ്റെ തന്നെ ലഗ്നമായി, ലഗ്നാധിപൻ തന്നെ ചന്ദ്രനായി. കർക്കിടകം ചന്ദ്രൻ്റെ ഹൗസാണ്. അപ്പോൾ ലഗ്നാധിപൻ നീചത്തിൽ നിന്നാൽ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനൊരു ക്യാരറ്റേജ് നമ്മൾ നിശ്ചയിക്കണമോ, അതിനൊരു തൂക്കം നമ്മൾ നിശ്ചയിക്കണം. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ ക്യാരറ്റേജ് കൊടുക്കും, ഒരു നീചാവസ്ഥ കണക്കിലെടുക്കും. പക്ഷേ ലഗ്നാധിപനാണ് പുള്ളി ഒരു ശക്തിയോടുകൂടി നിൽക്കേണ്ടതായി. 12 ഹൗസസിൻ്റെയും ഓണർഷിപ്പ് ഉണ്ട് പുള്ളിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ക്യാരറ്റേജ് കൊടുക്കും. അത് ഈ സൈനസും ഇതുപോലുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരിക്കലും പേള് കൊടുക്കത്തുമില്ല. പേളത് ഡബിൾ ചെയ്യും, പേളിനകത്തുള്ള തണുപ്പ് നല്ലതല്ല കൂട്ടും. അപ്പോൾ അതിന് പകരമാണ് ചന്ദ്രകാന്തത്തിൻ്റെ കല്ല് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് ചെറിയ ക്യാരറ്റ് കൊടുത്തിട്ട് പിന്നെ അത് പുള്ളിക്ക് അത് നന്നായിട്ട് വർക്കൗട്ട് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചന്ദ്രകാന്തം കൂടെ ആഡ് ഓൺ ചെയ്യാം. അതിൻ്റെ ആ ഒരു ക്യാരറ്റേജ് നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കാം. ഒരു റിങ് ആണെങ്കിൽ വേറൊരു പെൻഡൻ്റ് കൂടെ ഇടാം. അങ്ങനെ നമ്മൾ സ്ലോയിൽ ചെയ്താൽ ഈ പുള്ളിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. ഏത് കർക്കിടക ലഗ്നക്കാരന്. ഈ മിഥുന ലഗ്നക്കാരന് ഇത് തൊടാനേ പറ്റില്ല. മിഥുന ലഗ്നക്കാരന് ഈ 6th ഹൗസ് മോശമാണ്. പുള്ളിയുടെ 6th ഹൗസിൽ ചന്ദ്രൻ നീചപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ഹെൽത്താണ് എപ്പോഴും പുള്ളിയെ
ഹെൽത്ത് എപ്പോഴും ഒരു ബാധിക്കുന്ന അപ്പോഴുള്ള പ്രോപ്പർ ബ്രീത്തിങ് വേണം. കാരണം ചന്ദ്രൻ ലങ്സാണ്, ബ്രീത്താണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രീത്തിങ്ങും നല്ല നടപ്പും പിന്നെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ചന്ദ്രനാണ് തരുന്നത്. മനസ്സ് അല്ലേ? അപ്പം ചന്ദ്രന് ആ ഒരു മോശം നീചാവസ്ഥ വരുന്നവർ ശരിക്കും നല്ല യോഗയും മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും ഫിസിക്കൽ വർക്കൗട്ടുകളും കൃത്യമായിട്ട് ചെയ്യണം. അതിനാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ്. സെക്കൻഡാണ് അവർക്ക് സ്റ്റോണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഹൗസ് മിഥുനം, 6th ഹൗസിൽ ചന്ദ്രൻ നീചപ്പെട്ട് നിൽക്കുന്നു. പക്ഷെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് ഇതിനകത്ത്. ഈ ലഗ്നാധിപൻ ബുധൻ 11ൽ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹൗസ്, മൈസെൽഫ്, ഞാൻ. ഉല്ലാസിനെ ഇപ്പം ഞാൻ കാണുന്നു ഫുള്ളായിട്ട്. ഫസ്റ്റ് ഹൗസ് ആണത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ കാണുന്നത് ഉല്ലാസ് ഫസ്റ്റ് ഹൗസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ച് മനസ്സിലാക്കുക എവിടെ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 10th ഹൗസ് മനസ്സിലായി. 4th ഹൗസ് വീട്ടിലാരൊക്കെയുണ്ട്, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ 4th ഹൗസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞ് നോക്കണം, ഇതിൻ്റെ ഒക്കെ റിലേഷൻ നോക്കണം. നമ്മളിത് തന്നെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കണക്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ഒരു നോർമൽ ലൈഫിൽ ഇതെല്ലാം കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ ക്ലീനായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബുധൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഡീറ്റെയിൽസ് നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ബുധൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് പോകുന്നത്. ആ ചാർട്ടിൽ ബുധൻ നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുകളാണ് ഇതൊക്കെ. കാരണം നമുക്ക് പഠിക്കുമ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായിട്ട് പലരും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് പഠിക്കുകയും ഇത് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ തന്നെ സ്വയം ഒരുപാട് ക്ലാസ്സുകളും ഒക്കെ പലയിടത്തും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. നമ്മളെടുക്കുന്നില്ല, പക്ഷേ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലഗ്നാധിപൻ ബുധൻ വളരെ ഇമ്പോർട്ടൻ്റ്. ലഗ്നം അവനവൻ തന്നെ, ഹൂ ഐ ആം, ഹൂ ആം ഐ, മൈസെൽഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീൻ, പാരമ്പര്യം എല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്. ലഗ്നാധിപൻ 11ൽ നിൽക്കുന്നത് കൊണ്ട് പുള്ളിക്ക് അങ്ങനെയുള്ള ശാരീരികം ഒരുപാട് പ്രോബ്ലംസ് ഒന്നും വരേണ്ട കാര്യമില്ല. അപ്പം ബുധൻ്റെ രത്നം തന്നെ എമറാൾഡ്, അത് ശരിക്കും നമ്മൾ ധരിക്കേണ്ടത് ഒരു 3 ക്യാരറ്റിനെങ്കിലും മേളിൽ, 5 ക്യാരറ്റ്സ്, 5 to 6 ക്യാരറ്റും ഒക്കെ ധരിക്കാം. അവനവൻ്റെ ആ കപ്പാസിറ്റി അനുസരിച്ച് ധരിക്കാം. അപ്പോൾ ഹെൽത്ത് വൈസിൽ നന്നാവും, പുള്ളിയുടെ കരിയർ നന്നാവും. ഇയാൾ ബാങ്കിങ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കോണം, ബുധൻ ബാങ്കറാണ്, കണക്കിൻ്റെ ആളാണ്. മനസ്സിലല്ലേ? അപ്പോൾ കണക്കും മറ്റ് ഫിനാൻസും ഒക്കെ ബന്ധപ്പെട്ട ഗ്രഹത്തിനാണ് ഈ 12 ഹൗസിൽ 9 ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രോമിനൻറ്റ് പ്ലാനറ്റ് പുള്ളിക്ക് ബുധനാണ്. അപ്പോൾ ബുധൻ്റെ എല്ലാ സവിശേഷതകളും ഈ മനുഷ്യനിലുണ്ടാവും. ബുധൻ ബാങ്കറാണ്, കണക്കുകൂട്ടലിൻ്റെ ആളാണ്, മനസ്സിലായല്ലേ? പുള്ളിയുടെ ലഗ്നാധിപനാണ്. 4th ഹൗസിൻ്റെ ഓണർഷിപ്പ് പുള്ളിക്കാണ്. മിഥുനത്തിൻ്റെ 4th ഹൗസ് എന്ന് പറയുമ്പം കന്നി, അതും ബുധൻ്റെ എക്സോൾട്ടഡ് ഹൗസാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പോസിറ്റീവ് കണ്ണടച്ച് നമുക്ക് കൊടുക്കാം. അങ്ങനെ ദശാകാലം ബാധകമല്ല. ഏത് ദശകാലം വന്നാലും ഇയാൾക്ക് ലൈഫ് ടൈമിൽ ഈ ബുധൻ്റെ കല്ല് തന്നെ വേണം പുള്ളി ഉപയോഗിക്കാനായിട്ട്. ഒരു സിംഗർ, നല്ലൊരു സിംഗർ ലൈഫ് ടൈം സിംഗിങ് തന്നെ ആയിരിക്കും പുള്ളിക്ക് നന്നായിട്ട് പോകുന്നത്, അല്ലേ? അതെ. ഇടയ്ക്ക് വെച്ച് പുള്ളി ഡാൻസിനും ബ്രേക്ക് ഡാൻസിനും ഒന്നും പോകേണ്ട കാര്യമില്ല, മനസ്സിലായല്ലേ? നല്ലൊരു സിംഗർ നല്ല രീതിയിൽ അതാണ് അയാളുടെ ഒരു തൊഴിൽ മേഖല പോലും എടുത്ത് അയാൾക്ക് അങ്ങനെ തന്നെ പോകാൻ പറ്റും. അതിൽ കയറി പോകാം എന്ന് പറഞ്ഞ പോലെ തന്നെ ബുധൻ്റെ രത്നങ്ങൾ ഇയാൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ബുധൻ്റെ രത്നം പുള്ളിക്ക് എമറാൾഡ് യൂസ് ചെയ്യാം. അതുപോലെ ഓനിക്സ്, ജെയ്ഡ്, അവൻചുറൈൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ബീഡ്സുകൾ ഉപയോഗിക്കാം. അതെല്ലാം പുള്ളിക്ക് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ 2 3 ടൈപ്പിൽ നമ്മൾ രത്നങ്ങൾ വാങ്ങി ധരിക്കുക. അതിനകത്ത് എന്താ കുഴപ്പം? ആൾക്കാരെന്ത് ചിന്തിക്കുമെന്ന് കരുതരുത്. നമ്മളുടെ
നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ സാറ് പറഞ്ഞ ആൾക്ക് ബുധൻ്റെ രത്നമായ എമറാൾഡ് മരതകം ആൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു മോതിരം ആൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ സാറ് പറഞ്ഞു അതിൻ്റെ പകരമായിട്ടുള്ള പെരിഡോട്ട് അല്ലെങ്കിൽ ജെയ്ഡ് പോലെയുള്ള രത്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പം എമറാൾഡ് ഒരു മോതിരമായിട്ട് ആൾ ധരിച്ചു, പെരിഡോട്ടിൻ്റെ ഒരു ലോക്കറ്റ് ആൾക്ക് ധരിക്കാം, പിന്നെ ഈ ജെയ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒനിക്സിൻ്റെ ബീഡ് വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ ഒരു ബാൻഡോ ആൾക്ക് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല, ഒരു തടസ്സമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ബുധൻ്റെ രത്നങ്ങൾക്കൊരു ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ബുധൻ്റെ രത്നം നമുക്ക് കുറച്ച് നല്ല കാരറ്റേജിൽ യൂസ് ചെയ്യാം. ഓക്കെ. ആ പ്ലാനറ്റ് അങ്ങനെയാണ്. വളരെ അഗ്രസീവായിട്ടുള്ള പ്ലാനറ്റുകൾ ലൈക്ക് ഈ മാഴ്സ്, അതിൻ്റെയൊക്കെ രത്നങ്ങൾ നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. പക്ഷെ ആ ഒരു കാര്യത്തിൽ എമറാൾഡിനൊരു പ്രോബ്ലം വരത്തില്ല. അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. കാരണം തന്നെയല്ല വളരെ ഗുണം ചെയ്യുകയും ചെയ്യാം. ഗ്രീൻ എനർജി പുള്ളിയുടെ ബോഡിയിലോട്ട് വരും. ഗ്രീൻ എനർജിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആൾക്ക് ഈ രത്നങ്ങൾ മാത്രമല്ല ആ ഒരു പച്ച കളർ അല്ലെങ്കിൽ ആ ഒരു എനർജി തരുന്ന എന്തും ആൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ഇപ്പം നമ്മൾ UAE നമ്മുടെ ഷോപ്പിൽ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ വരുന്നവർ നല്ല ബിസിനസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടല്ലോ, വരാറുണ്ടല്ലോ. അപ്പം അവർ ഇഷ്ടം പോലെ സാധനം ധരിച്ചിരിക്കുന്നത്. അവർക്ക് അതിനകത്ത് അയാൾക്ക് എന്നാ തോന്നും ഞാനിങ്ങനെ ധരിച്ചിരിക്കുന്നു. അവരവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും വെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ രത്നങ്ങൾ വാങ്ങി അവർ ധരിക്കും. നമുക്ക് കാണുമ്പോൾ ഇതിന് മാത്രം കയ്യിൽ ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയം വരും. അല്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല വിരലുകളിലും മോതിരങ്ങൾ ധരിക്കുന്നവർ. പിന്നെ ഞാൻ എന്നും ഓർക്കുന്ന അത് പറയുമ്പം ഖദ്രി ഗോപാൽനാഥിന് സാക്സഫോൺ, അദ്ദേഹം ഇല്ലിപ്പം, അദ്ദേഹം കോട്ടയത്ത് ഒരുപാട് പ്രോഗ്രാംസിന് വന്നിട്ടുണ്ട്. നാദോപാസനയുടെയൊക്കെ ആയിട്ട് ഞാൻ നാദോപാസനയുടെ ഒരു സൊസൈറ്റിയുടെ ഒരു വൈസ് പ്രസിഡൻ്റാണ് ഞാൻ. ഒരുപാട് ക്ലാസിക്കൽ ആൾക്കാർ എല്ലാ മാസവും വന്ന് ആ പ്രോഗ്രാം ചെയ്തു പോകുന്നുണ്ട്. സഭയാണത്. ബഹുമാനപ്പെട്ട തിരുവിഴ ജയശങ്കർ സാറാണ് അതിൻ്റെ പ്രസിഡൻറ്റ്, ഞാൻ അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, ബാക്കി എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, ക്ലാസിക്കൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു സംഘടന. അപ്പോൾ ഖദ്രി ഗോപാൽനാഥ് സാറിൻ്റെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഇദ്ദേഹം വന്ന് അദ്ദേഹത്തെ ഞാൻ കുറച്ചുകൂടെ പരിചയപ്പെട്ടു. നിറച്ച് മോതിരമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിറച്ച് മോതിരം. അപ്പോൾ അദ്ദേഹം ഞാൻ ഈ മോതിരത്തിൻ്റെ ആളാണെന്നൊക്കെ വന്നപ്പോൾ പുള്ളിക്ക് ഇൻട്രസ്റ്റായി. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പോഴും ഞാൻ ഇത് പ്രത്യേകിച്ച് കാണാം. പുള്ളിയുടെ ഒരു ലൈൻ ഓഫ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു പെർഫോമറാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിലിരുന്ന് പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ പ്ലേയിങ് മാത്രമല്ല, ഞാനും ഒരു മൊത്തത്തിൽ ഒരു ഒരു കാണുന്നവർക്കൊരു ഭംഗി തോന്നണം. രത്നങ്ങളും അതുപോലെ ഡ്രസ്സുകളാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയിരുന്നു പോകും പുള്ളിയുടെ. അപ്പോൾ ഈ രത്നങ്ങളിലാണ് മുഴുവൻ കണ്ണുകൾ പോകുന്നത്. പുള്ളി പറയുന്നത് എൻ്റെ പ്ലേയിങ്ങിനകത്ത് ആരും എന്നാ പ്ലേയിങ് അതാരും പറയല, എന്തെല്ലാം തരത്തിലുള്ള കല്ലുകളാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സെക്കൻഡ് ഇതിലേക്ക് തൊട്ടേ വരുള്ളൂ. അപ്പോൾ ഭാര വായനക്കാരനാണല്ലോ, അറിയാലോ. എന്നോട് പറഞ്ഞ 2006 എനിക്ക് ബൈപ്പാസ് കഴിഞ്ഞ ആളാന്ന് പറഞ്ഞു. അതാണ് സാക്സഫോൺ വായിക്കുന്നതെന്ന് ആലോചിച്ചോണം. അപ്പം അങ്ങനെയുള്ള ഏത് ലെവലിലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രത്നങ്ങളുടെ ഓരോ ഏരിയയിലും രത്നങ്ങൾ ശരിക്കും നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തി അതിൻ്റെ കൃത്യമായ അളവിലും തോതിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതൊക്കെ കറക്റ്റായിട്ടുള്ള രത്നങ്ങൾ കറക്റ്റ് അളവിലും തൂക്കത്തിലും ഉപയോഗിക്കണം. അത് ഓരോ കല്ലുകൾക്കും ഓരോ നേച്ചറുണ്ട്. ആ നേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമില്ലാതെ കണ്ടമാനം കാരറ്റേജ് ഉപയോഗിക്കുക, തീരെ കുറഞ്ഞ കാരറ്റേജ് ഉപയോഗിക്കുക. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഗുണം പറയും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് പല പ്രേക്ഷകർക്കും ഉള്ള സംശയങ്ങൾക്കുള്ളൊരു മറുപടി തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും പ്രേക്ഷകർ പങ്കുവച്ചിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ കൂടുതലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. എനിക്ക് തോന്നുന്നു ഇനിയും ധാരാളം വിവരങ്ങൾ കൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.